ഇതുവരെ നാം പറഞ്ഞതൊക്കെ വെറും ട്രെയിലർ ആയിരുന്നുവെങ്കിൽ ഇലോൺ മസ്കാണ് ശരിക്കും ഫുൾ മൂവി. ഒരു നേതാവെന്നോ സാങ്കേതിക വിദ്യാ വിദഗ്ധനെന്നോ സംരംഭകനെന്നോ ശതകോടീശ്വരനെന്നോ വിരളി പിടിച്ച ഒരു മനുഷ്യനെന്നോ എന്ത് വിശേഷണവും മസ്കിന് ചേരും. ആകാശഗോളങ്ങളെ കീഴടക്കുന്നത് സ്വപ്നം കാണുന്ന അസാധാരണ പ്രതിഭയായിരിക്കുമ്പോഴും മുന്നിൽ കാണുന്ന സുന്ദരികളോട് ലൈംഗിക ബന്ധത്തിനായി യാചിക്കാനും മടിയില്ലാത്തൊരു വിടൻ കൂടിയാണ് മസ്ക്. മനുഷ്യൻ്റേതായ എല്ലാ ആഗ്രഹങ്ങളോടും ചപലതകളോടും കൂടി ജീവിക്കുകയും അവ പ്രകടിപ്പിക്കുകയും അത് പ്രാപ്യമാക്കാൻ പ്രയത്നിക്കുകയും ചെയ്യുന്ന മസ്ക് ഇന്ന് വാർത്തകളിൽ നിറയുന്നത് ഇന്ത്യൻ ഭരണകൂടവുമായുള്ള EVMനെ ചൊല്ലിയുള്ള തർക്കത്തിലൂടെയാണ്. അല്ലെങ്കിൽ തന്നെ വാർത്തകളിൽ നിറയാൻ വിഷയദാരിദ്ര്യമില്ലാത്തവനാണ് ഈ ഇലോൺ മസ്ക്. ഭൂമി സൂര്യനെ ഭ്രമണം ചെയ്യുന്നതിന് ആനുപാതികമായി മസ്ക് വാർത്തകളിൽ ഇടം നേടാറുണ്ട്. ലോകത്തിൻ്റെ നേതാക്കളെ മുഴുവൻ ഒരു ഭാഗത്ത് നിർത്തിയാൽ മറുഭാഗത്ത് മസ്ക് മാത്രം മതി. അതെങ്ങനെ എന്നറിയണമെങ്കിൽ ആദ്യം പ്രപഞ്ച നിഗൂഢതകൾ തേടി കുതിക്കുന്ന മസ്കിൻ്റെ ജീവിതം അറിയണം. ആയിരത്തി 1971 ജൂൺ 28 ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിലാണ് ഇലോൺ മസ്ക് ജനിക്കുന്നത്. ദക്ഷിണാഫ്രിക്കൻ വംശജനായിരുന്നു പിതാവ് ഇറോൾ മസ്ക്. മാതാവ് മേയ മസ്ക് ആകട്ടെ പ്രമുഖ ഡയറ്റീഷ്യനും മോഡലുമായ കനേഡിയൻ വംശജയും. പിതാവ് എഞ്ചിനീയർ ആയിരുന്നെങ്കിലും തൻ്റെ ബാല്യകാലം അദ്ദേഹം നരകതുല്യമാക്കി എന്നാണ് ഇലോൺ മസ്ക് പറയാറുള്ളത്. മറ്റുള്ളവരുടെ ജീവിതം നരകതുല്യമാക്കുന്നതിൽ വിദഗ്ധനാണ് സ്വന്തം പിതാവെന്ന് ഇലോൺ മസ്ക് നിർവചിച്ചിട്ടുണ്ട്. കൊച്ചു മസ്കിൻ്റെ കുട്ടിക്കാലം ഏകാന്തതയുടേതായിരുന്നു. പൊതുവെ അന്തർമുഖനായ മസ്കിനെ മറ്റു കുട്ടികൾ കളിക്കാൻ കൂട്ടിയിരുന്നില്ല. എന്നുമാത്രമല്ല അവരുടെ കളിയാക്കലുകളിലെ പ്രധാന ലക്ഷ്യബിന്ദുവും ഇലോൺ മസ്ക് ആയിരുന്നു. അന്തർമുഖനായി മാറിയ കൊച്ചു മസ്ക് വീഡിയോ ഗെയിമുകളുമായും കമ്പ്യൂട്ടറുകളുമായും ചെങ്ങാത്തം സ്ഥാപിച്ചു. സാങ്കേതിക വിദ്യയെ കൈപ്പിടിയിലൊതുക്കി പ്രപഞ്ച സത്യങ്ങൾ തേടി കുതിക്കാനുള്ള പ്രതിഭയെ കാലം ഒരുക്കി തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അക്കാലത്ത് ദക്ഷിണാഫ്രിക്കയിൽ നിർബന്ധിത സൈനിക സേവനമുണ്ട്. ആളുകളോട് മിണ്ടാൻ പോലും ഭയമായ ഇലോൺ മസ്കിന് അത് ആലോചിക്കുമ്പോൾ തന്നെ ഭയമാണ്. അങ്ങനെ കൊച്ചു മസ്ക് അമ്മയുടെ നാടായ കാനഡയിലേക്ക് ചേക്കേറി. ഇന്ന് നാം അറിയുന്ന മസ്കിലേക്കുള്ള യാത്രയായിരുന്നു അത്. 1995 മസ്ക് ഒരു കൊച്ചു ബിസിനസ് ആരംഭിച്ചു. സഹോദരനുമായി ചേർന്നാണ് പത്രങ്ങൾക്ക് ഓൺലൈൻ സിറ്റി ഗൈഡ് സോഫ്റ്റ്വെയർ നൽകുന്ന കമ്പനി തുടങ്ങിയത്. 1999 മസ്ക് തൻ്റെ ഓൺലൈൻ ബാങ്കിംഗ് കമ്പനിക്ക് തുടക്കമിട്ടു. പേര് കേട്ട് ഞെട്ടരുത് കേട്ടോ. എക്സ്കോം എന്നായിരുന്നു മസ്കിൻ്റെ ഓൺലൈൻ ബാങ്കിംഗ് കമ്പനിയുടെ പേര്. ഒരു വർഷത്തിന് ശേഷം ഇത് പീറ്റർ തീൽ സ്ഥാപിച്ച സാമ്പത്തിക സ്റ്റാർട്ടപ്പ് കോൺഫിനിറ്റിയുമായി ലയിക്കുകയും പേപ്പാൽ രൂപീകരിക്കുകയും ചെയ്തു. പിന്നീട് പേപ്പാലിൻ്റെ CEO ആയി മസ്കിനെ തിരഞ്ഞെടുത്തു. പക്ഷേ അത് അധികനാൾ നീണ്ടു നിന്നില്ല. ബ്രാൻഡിങ്ങിലും മൈക്രോ മാനേജിങ്ങിലും നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ശേഷം 2000 പേപ്പാലിൽ നിന്ന് മസ്കിനെ പുറത്താക്കി. പേപ്പാലിൽ നിന്നുള്ള പുറത്താക്കൽ മസ്കിന് കൂടുതൽ ശക്തി നൽകുകയാണ് ചെയ്തത്. 2002 സ്പേസ് എക്സ് എന്നൊരു കമ്പനിക്ക് മസ്ക് തുടക്കമിട്ടു. ഭൂമിയിൽ നിന്ന് ആളുകളെ ബഹിരാകാശത്തെത്തിക്കാനും അവിടെ നിന്ന് തിരിച്ച് ഭൂമിയിലെത്തിക്കാനും കഴിയുന്ന ബഹിരാകാശ ടാക്സികളെക്കുറിച്ച് ആരും ചിന്തിക്കാത്ത കാലത്താണ് മസ്ക് ഇതിനായി സ്പേസ് എക്സ് പോലൊരു കമ്പനി സ്ഥാപിക്കുന്നത്. ആകാശത്തിൻ്റെ അതിരുകൾക്കും അപ്പുറമാണ് തൻ്റെ ലക്ഷ്യങ്ങളെന്ന് മസ്കിന് അന്നേ നല്ല ബോധ്യമുണ്ടായിരുന്നു. 2004 മസ്ക് ഇലക്ട്രിക് കാർ കമ്പനിയായ ടെസ്ല ആരംഭിച്ചു. പിന്നീട് അദ്ദേഹം ആദ്യത്തെ ഓൾ ഇലക്ട്രിക് കാറായ റോഡ്സ്റ്റർ വികസിപ്പിക്കുന്നതിലേക്ക് തൻ്റെ ശ്രദ്ധ ചെലുത്തി. ഇതിനിടയിൽ സോളാർ സിറ്റി എന്ന ഒരു കമ്പനിക്ക് കൂടി മസ്ക് രൂപം നൽകുകയുണ്ടായി. ഊർജ്ജ സംരക്ഷണമായിരുന്നു സോളാർ സിറ്റിയുടെ ലക്ഷ്യം. വളരെ സത്യസന്ധമായും അതിലേറെ ആത്മാർത്ഥതയോടെയും അതിലുപരി അല്പം സന്തോഷത്തോടെയും പറയട്ടെ, മസ്കിൻ്റെ 3 സംരംഭങ്ങളും വലിയ ലാഭത്തിലായിരുന്നില്ല. ഒരുത്തൻ പൊട്ടിയെന്ന് കേൾക്കുമ്പോഴുള്ള ആ കർണാനന്ദങ്ങളുണ്ടല്ലോ, സ്വന്തം കാര്യത്തിലാണെങ്കിലും മസ്കും അത് നന്നായി ആസ്വദിച്ചു. തൻ്റെ കുറേ പണം പോയെങ്കിലും ഒന്നും അവസാനിപ്പിക്കാൻ മസ്ക് ഒരുക്കമായിരുന്നില്ല. പണം കടം വാങ്ങിയും തൻ്റെ കമ്പനികളെ അദ്ദേഹം നിലനിർത്തി. 2008 ഡിസംബറോടെ നാസയുമായി $1.5 ബില്യൺ കരാർ സ്പേസ് എക്സ് നേടി. നാസയ്ക്കായി ബഹിരാകാശത്തേക്ക് സാധനങ്ങൾ എത്തിക്കുക എന്നതായിരുന്നു സ്പേസ് എക്സിൻ്റെ ദൗത്യം. നാസയുടെ കരാർ ലഭിച്ചതോടെ മസ്കിൻ്റെ ശുക്രനുദിച്ചു എന്ന് പറയാം. മസ്കിനെ വിശ്വസിച്ച് കൂടുതൽ വിദേശ നിക്ഷേപകർ മുന്നോട്ട് വന്നു. 2010 ടെസ്ല $226 മില്യൺ സമാഹരിച്ചു. 2012 മെയ് 22 ഫാൽക്കൺ 9 എന്ന റോക്കറ്റ് വിക്ഷേപിച്ച് സ്പേസ് എക്സ് ചരിത്രവും സൃഷ്ടിച്ചു. പിന്നീടങ്ങോട്ട് മസ്കിന് വെച്ചടി കയറ്റമായിരുന്നു. ഇതിനിടെ മറുവശത്ത് മസ്കിൻ്റെ കുടുംബജീവിതവും സംഭവബഹുലമായി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. 3 ഭാര്യമാരാണ് മസ്കിനുണ്ടായിരുന്നത്. കാനഡക്കാരി ജസ്റ്റിൻ വിൽസനാണ് മസ്കിൻ്റെ ആദ്യ ഭാര്യ. കാനഡയിലെ ഒൻറ്റാറിയോയിലെ ക്വീൻസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്താണ് മസ്ക് നോവലിസ്റ്റായ ജസ്റ്റിൻ വിൽസനെ പരിചയപ്പെടുന്നത്. 2000 ഇരുവരും വിവാഹിതരായി.
ജനിച്ച് 10 ആഴ്ചയ്ക്കുള്ളിൽ ദമ്പതികളുടെ ആദ്യ കുട്ടി മരിച്ചു പോവുകയായിരുന്നു. അതിനുശേഷം വാടക ഗർഭധാരണത്തിലൂടെ ഇവർക്ക് 2004-ൽ ഇരട്ട കുട്ടികളും തുടർന്ന് 2006-ൽ 3 കുട്ടികളും ജനിച്ചു. കുട്ടികളുടെ കാര്യത്തിൽ സമ്പന്നനായിരുന്നുവെങ്കിലും അധികനാൾ ഈ ദാമ്പത്യം നീണ്ടുനിന്നില്ല. ഇവർ 2008-ൽ വിവാഹമോചനം നേടി. പക്ഷേ കുട്ടികളുടെ സംരക്ഷണം ഇരുവരും ഏറ്റെടുത്തു. എന്നാൽ മസ്കുമായി തീർത്തും പൊരുത്തപ്പെടാനാകാത്ത ഒരു മകൻ തൻ്റെ ജെൻഡർ മാറുന്നതിനും പേരിൽ നിന്ന് മസ്കിൻ്റെ സർനെയിം മാറ്റുന്നതിനുമായി കോടതിയെ സമീപിച്ചത് വലിയ വാർത്തയായിരുന്നു. അമ്മയുടെ സർനെയിമാണ് അവൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരേ സ്ത്രീയെ തന്നെ 2 തവണ വിവാഹം കഴിക്കുകയും ഡിവോഴ്സ് ചെയ്യുകയും ചെയ്ത അനുഭവവും മസ്കിനുണ്ട്. 2008-ലാണ് മസ്ക് ഇംഗ്ലീഷ് നടി താലുല റിലേയുമായി ഡേറ്റിംഗ് ആരംഭിച്ചത്. 2 വർഷത്തിന് ശേഷം സ്കോട്ട്ലൻഡിലെ ഡോർനോച്ച് കത്തീഡ്രലിൽ വെച്ച് അവർ വിവാഹിതരായി. പക്ഷേ 2012-ൽ ദമ്പതികൾ വിവാഹമോചനം നേടി. അടുത്ത വർഷം വീണ്ടും വിവാഹം കഴിച്ചു. 2016-ൽ വീണ്ടും വിവാഹമോചനവും നേടി. മസ്ക് ഉടൻ തന്നെ അടുത്ത ബന്ധത്തിലേക്ക് കടന്നു. നടി ആംബർ ഹെർഡുമായായിരുന്നു പ്രണയം. പക്ഷേ അതും അധികനാൾ മുന്നോട്ട് പോയില്ല. അതും ബ്രേക്കപ്പായി. 2018-ൽ മസ്കും കനേഡിയൻ സംഗീതജ്ഞ ഗ്രീംസും തങ്ങൾ ഡേറ്റിംഗിലാണെന്ന് വെളിപ്പെടുത്തി. 2020 മെയ് മാസത്തിൽ ഗ്രീംസ് ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി. കുട്ടിക്ക് X-A12 എന്ന് മസ്ക് നാമകരണം ചെയ്യുകയും ചെയ്തു. X ഒരു ആദ്യനാമമായും AE-A12 ഒരു മധ്യനാമമായും മസ്ക് എന്നത് കുടുംബപ്പേരായും നൽകി. പക്ഷേ ഇവൻ്റെ ചുരുക്കപ്പേര് X എന്നായിരുന്നു. ഈ പേരിൻ്റെ പേരിൽ കുറേ നിയമ പോരാട്ടങ്ങളും നടന്നിരുന്നു കേട്ടോ. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഇല്ലാത്ത ചില വാക്കുകളായിരുന്നു അവൻ്റെ പേരിൽ ആദ്യം മസ്ക് നൽകിയത് എന്നതായിരുന്നു നിയമ പോരാട്ടത്തിന് ആധാരമായത്. 2021 ഡിസംബറിൽ ഗ്രിംസിനും മസ്കിനും 2ാമത്തെ കുട്ടി വാടക ഗർഭധാരണത്തിലൂടെ ജനിച്ചു. അവളുടെ പേരാണ് എക്സ ഡാർക്ക് സൈഡറൽ മസ്ക് വൈ എന്നാണ് വിളിപ്പേര്. ഈ ബന്ധം പൊളിഞ്ഞുവെന്ന് 2021 സെപ്റ്റംബറിൽ വാർത്തകൾ വന്നിരുന്നു. താനും ഗ്രിംസും പകുതി വേർപിരിഞ്ഞു, എന്നാൽ ഇപ്പോഴും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്നും നല്ല ബന്ധത്തിലാണെന്നും മസ്ക് ഒരു ഓൺലൈൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ 2022 മാർച്ചിൽ താനും മസ്കും വേർപിരിഞ്ഞതായി ഗ്രിംസ് പറഞ്ഞു. എക്സിനോട് മാത്രമല്ല, സെക്സിനോടും മസ്കിന് അതിയായ ഭ്രമമായിരുന്നു. തനിക്ക് ബോധിക്കുന്നവരോട് അതിനി തൻ്റെ ജോലിക്കാരിയായിരുന്നാൽ പോലും മസ്ക് സെക്സിനായി യാചിക്കുമായിരുന്നു അത്രേ. അതിനായി അയാൾ എന്തും ഓഫർ ചെയ്യുകയും ചെയ്യും. കോടികൾ വിലമതിക്കുന്ന പന്തയക്കുതിരയെ വാങ്ങിത്തരാം എന്ന് പറഞ്ഞൊക്കെയാണ് മസ്ക് തൻ്റെ ഒരു സഹപ്രവർത്തകയുമായി ലൈംഗിക ബന്ധത്തിന് ശ്രമിച്ചത്. തൻ്റെ അടുത്ത സുഹൃത്തും പാപ്പരായപ്പോൾ സഹായിച്ചതുമായ വ്യക്തിയുടെ ഭാര്യയെ കാമുകിയാക്കാൻ പോലും മടിയില്ലാത്ത ആളാണ് മസ്ക് എന്നും വിമർശനമുണ്ട്. 2016-ൽ വിമാനത്തിൽ വെച്ച് ഇലോൺ മസ്ക് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഇക്കാര്യം പുറത്തറിയിക്കാതിരിക്കാൻ 2018-ൽ സ്പേസ് എക്സ് $2,50,000 ഏതാണ്ട് 2 കോടി ഇന്ത്യൻ രൂപ നൽകിയെന്നും 2022 മെയ്യിൽ ഒരു എയർ ഹോസ്റ്റസ് വെളിപ്പെടുത്തിയിരുന്നു. ഗൂഗിളിൻ്റെ സ്ഥാപകരിൽ ഒരാളായ സെർജി ബിന്നിൻ്റെ ഭാര്യയും നിയമജ്ഞയുമായ നിക്കോള ഷനഹൻ മസ്കിൻ്റെ ലൈംഗിക പങ്കാളിയാണെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. മസ്കിൻ്റെ കീശ പ്രധാനമായും ചോരുന്നത് കാമുകന്മാർക്ക് പണം കൊടുത്തും പീഡന ആരോപണം ഒതുക്കി തീർക്കാനുമാണെന്നുമാണ് വാർത്തകൾ. മസ്കിന് തൻ്റെ കമ്പനിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയിൽ ഇരട്ടക്കുട്ടികൾ പിറന്നതായ വാർത്തകൾ പുറത്തു വന്നിരുന്നു. മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ബ്രെയിൻ മെഷീൻ ഇൻ്റർഫേസ് കമ്പനിയായ ന്യൂറോലിങ്കിൻ്റെ ഓപ്പറേഷൻസ് ഡയറക്ടറായ ഷിവോൺ സിലിസ് എന്ന 36-കാരിയിലാണ് മസ്കിന് ഇരട്ടക്കുട്ടികൾ ജനിച്ചത്. കുട്ടികളുടെ പേരിനൊപ്പം പിതാവിൻ്റെ പേര് കൂടി ചേർക്കാൻ മസ്കും സിലിസും ഒരുമിച്ച് അപേക്ഷ നൽകിയിരുന്നു. ഇതോടെ ഇലോൺ മസ്കിന് രേഖകൾ പ്രകാരം 9 മക്കളായി. തൻ്റെ പ്രസ്താവനകളിലൂടെയും മസ്ക് പല വിവാദങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. യുക്രൈനെതിരെ ആക്രമണം ആരംഭിച്ചതോടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വെല്ലുവിളിച്ച മസ്കിനെയും ലോകം കണ്ടു. മല്ലയുദ്ധത്തിനാണ് പുടിനെ മസ്ക് ക്ഷണിച്ചത്. ഇപ്പോഴിതാ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറി നടത്താനാകുമെന്ന നിലപാടോടെ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്കിടയിലും മസ്ക് ചർച്ചകളിൽ നിറയുകയാണ്. മസ്കിൻ്റെ പരാമർശത്തെ അനുകൂലിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയപ്പോൾ മസ്കിനെതിരെ നിശ്ചിത വിമർശനമാണ് BJP നേതാക്കൾ ഉയർത്തിയത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും മസ്കിന് ഒരു സ്വകാര്യ ദുഃഖമുണ്ട്. അത് മറ്റൊന്നുമല്ല, സ്വന്തം പിതാവ് തന്നെയാണ്. ഇലോൺ മസ്കിൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന ചോദ്യത്തിന് ദ സൺ പത്രം നൽകുന്ന മറുപടി സ്വന്തം പിതാവ് എന്നാണ്. 2017-ൽ തൻ്റെ പിതാവിനാൽ അദ്ദേഹത്തിൻ്റെ വളർത്തുമകൾ ഗർഭിണിയായതറിഞ്ഞ് ഇലോൺ ഏറെ വിഷമിച്ചിരുന്നുവെന്ന് സുഹൃത്തുക്കളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പിതാവ് ഇറോളുമായി മസ്ക് ഒരു തരത്തിലുള്ള ബന്ധവും നിലനിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തരം കുടുംബ സംഘർഷങ്ങളും ലൈംഗികാസക്തികളും അപവാദങ്ങളും എല്ലാം നേരിടുമ്പോഴും തൻ്റെ തൊഴിലിനെ ഇതൊന്നും ബാധിക്കാതെ മസ്ക് പ്രത്യേകം ശ്രദ്ധിച്ചു. ട്വിറ്ററിനെ വാങ്ങി എക്സ് എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പോഴും എക്സിനോടുള്ള ഇഷ്ടം മസ്ക് വിട്ടിരുന്നില്ല. ന്യൂറോ ലിങ്ക് കമ്പനി മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിക്കുന്ന പരീക്ഷണവുമായി മുന്നോട്ട് പോകുന്നു. മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിച്ചു കഴിഞ്ഞ് ചിന്ത കൊണ്ട് കമ്പ്യൂട്ടർ മൗസും കീബോർഡും നിയന്ത്രിക്കാൻ ഇതിലൂടെ മനുഷ്യരെ പ്രാപ്തരാക്കുകയാണ് മസ്ക്. കടം വാങ്ങി തുടങ്ങിയ ഒരു കമ്പനിയിൽ നിന്ന് പടിപടിയായിട്ടാണ് മസ്കിൻ്റെ വളർച്ച. ഫോബ്സ് പുറത്തുവിട്ട കണക്ക് പ്രകാരം മസ്കിൻ്റെ ആസ്തി $210 ബില്യൺ ആണ്.
അതിലും എത്രയോ വലുതാണ് അദ്ദേഹത്തിൻ്റെ ന്യൂറോലിങ്കും സ്പേസ് എക്സും ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ മാനവരാശിക്ക് നൽകിയ സംഭാവനകൾ.